വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള നെല്ലിക്ക അല്ലേ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നെല്ലിക്കയുടെ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ കിഡ്നി തകരാറാവുമെന്ന് പറഞ്ഞിട്ട്. സാധാരണ ജനങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് മറ്റൊരു രീതിയിലാണ്. നെല്ലിക്ക ഒരിക്കലും കഴിക്കാൻ പാടില്ല, കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി കംപ്ലൈൻ്റ് ആവുന്നുണ്ട്. വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസുള്ള അല്ലെങ്കിൽ ഹെൽത്തിന് വലിയ രീതിയിൽ ഹെൽപ്പാവുന്ന ഈ നെല്ലിക്ക നമ്മുടെ കിഡ്നിക്ക് എങ്ങനെ ഡാമേജ് ഉണ്ടാക്കും അല്ലേ, ഒരു വലിയൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇന്ന് ഈ കിഡ്നിക്ക് ഡാമേജ് ആവുമെന്നുള്ള ഈ ഒരു ന്യൂസ് സ്പ്രെഡ് ആയതോടുകൂടി കോമൺ ആയിട്ടുള്ള ആൾക്കാർ, സാധാരണ ആൾക്കാരൊക്കെ ക്ലിനിക്കിൽ വന്നിട്ട് എപ്പോഴും പറയും നെല്ലിക്ക കഴിച്ചാൽ കിഡ്നി ഡാമേജ് ആകുമോ ഡോക്ടർ. അത് ഞാൻ നെല്ലിക്ക കഴിക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ നെല്ലിക്ക വാങ്ങിക്കാറില്ല. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണുന്നുണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി ഡാമേജ് ആകുമെന്ന് പറഞ്ഞിട്ട്. നെല്ലിക്കയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ന്യൂട്രീഷ്യസ് ആണ്. വൈറ്റമിൻ എ, എസ്, സി, ഈ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടികൾ, അതായത് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പല രോഗങ്ങൾക്കും ഈ നെല്ലിക്ക ഒരു പരിഹാരമായിട്ട് നമ്മൾ പറയാറുണ്ട്. മീൻസ് ഇത് നിത്യരസായനമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. നമ്മളൊരു ഏതൊരു സാധനവും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഡോസുണ്ട്. ഈ ഡോസിൽ നിങ്ങൾ നെല്ലിക്ക കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള കിഡ്നി പ്രോബ്ലംസും വരാൻ പോകുന്നില്ല. പക്ഷേ ഇത് ഇംപ്രോപ്പറായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇംപ്രോപ്പറായിട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നെല്ലിക്കയുടെ ജ്യൂസ് മാക്സിമം നമ്മളൊരു 2 നെല്ലിക്ക അല്ലെങ്കിൽ 3 നെല്ലിക്കയാണ് വെള്ളം ഒഴിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ജ്യൂസാക്കി കഴിക്കാറ്. അത് അങ്ങനെ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് നിങ്ങളെ കിഡ്നിക്കോ അല്ലെങ്കിൽ വേറെ അവയവങ്ങൾക്കോ ഒന്നും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാക്കാറില്ല. പക്ഷേ ഇത് ഇംപ്രോപ്പറായിട്ട് യൂസ് ചെയ്യുമ്പോൾ, ഇംപ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് നെല്ലിക്കകൾ നിങ്ങൾ ജ്യൂസ് അടിച്ച് കുടിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഒരുപാട് നെല്ലിക്ക അറ്റ് എ ടൈം നിങ്ങൾക്ക് ഒറ്റയടിക്ക് ജ്യൂസ് അടിച്ച് കഴിക്കാൻ തന്നെ പറ്റും. കാരണം അത്രയ്ക്കും എന്താ പറയുക ചവർപ്പായിരിക്കും, അങ്ങനെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് കൺസ്യൂമബിൾ ഫോമിൽ അല്ലെങ്കിൽ കൺസ്യൂമബിൾ ഡോസിൽ നിങ്ങളത് പ്രോപ്പറായിട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിഡ്നിക്ക് ഒരു തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവില്ല. പക്ഷെ നേരെ മറിച്ച് ഇംപ്രോപ്പറായിട്ട് അല്ലെ അളവിൽ കൂടുതലായിട്ട് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അത് ഒരു പക്ഷേ നിങ്ങളുടെ കിഡ്നിയെ ഡാമേജ് ആക്കാൻ സാധ്യത കൂടുതലാണ്.